ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് ബ്രേക്കിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും 2025 ഈ ഒരു വർഷത്തിലെ കലണ്ടറിലെ അവസാനത്തെ RBI യോഗ തീരുമാനങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ഒരു പ്രതീക്ഷിത പോലെ തന്നെ പക്ഷേ ഒരു മിക്സഡ് വ്യൂ ആയിരുന്നു ഇന്നത്തെ ഒരു യോഗത്തെ സംബന്ധിച്ചിട്ട് പല അനലിസ്റ്റുകൾക്കും ഉണ്ടായിരുന്നു. ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്നും മറിച്ചൊരു റേറ്റ് കട്ട് ഉണ്ടാവുകയില്ല എന്ന തരത്തിൽ അനലിസ്റ്റുകൾക്കിടയിൽ തന്നെ ഒരു പാർട്ടീഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ ഒരു മോണിറ്ററി യോഗ തീരുമാനങ്ങൾ പരിശോധിക്കുമ്പോഴേക്കും ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റുമായിട്ടായിരുന്നു RBI ഗവർണർ രാവിലെ 10 മണിയോടുകൂടി പ്രസിഡന്റിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. 25 ബേസിസ് പോയിന്റ്സിന്റെ ഒരു റേറ്റ് കട്ടാണ് വരുത്തിയിരിക്കുന്നത്. 5.25% ഇപ്പോൾ റേറ്റ് കട്ട് നിശ്ചയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 5.25% ഇപ്പോൾ റിപ്പോ റേറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. MDF അതിനോടൊപ്പം തന്നെ MSF അടക്കമുള്ള ഈ റേറ്റ്സിലൊക്കെ തന്നെ ഒരു കുറവും രേഖപ്പെടുത്തി 25 ബേസിസ് പോയിന്റ്സിന് തന്നെ ഒരു റേറ്റ് കട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അതേസമയം സ്റ്റാൻസിൽ മാറ്റം ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. ന്യൂട്രൽ സ്റ്റാൻസ് തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലത്തെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും തേർഡ് ക്വാർട്ടറിലാകുമ്പോഴേക്കും 0.6% ഇന്ത്യയുടെ പണപ്പെരുപ്പം കുറയുമെന്നൊരു എസ്റ്റിമേഷനാണ് നൽകിയിരിക്കുന്നത്. അതായത് 1% താഴേക്ക് ഒരുപക്ഷെ ഇന്ത്യയുടെ പണപ്പെരുപ്പം ഇടിഞ്ഞേക്കാം എന്നൊരു അനുമാനമാണ് RBIയുടെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുന്നത്. അതേസമയം ഗ്രോത്തിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ വളർച്ചയെ സംബന്ധിച്ചിട്ട് എക്സ്ട്രീംലി ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് RBI പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു 7% ഗ്രോത്ത് ഈ 2026 സാമ്പത്തിക വർഷത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നും 2027 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും അതിൽ നേരെ തോതിലുള്ള ചില സമ്മർദ്ദങ്ങൾ നേരിട്ടേക്കാം എന്ന തരത്തിലുള്ള അനുമാനമാണ് ഇപ്പോൾ RBIയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയണമെന്ന മറ്റൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നിലവിൽ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഒരു ക്രെഡിറ്റ് ക്രിഞ്ചിൽ നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ബാങ്കുകൾക്ക് കൂടുതൽ ക്രെഡിറ്റ് ഉറപ്പാക്കാനും അല്ലെങ്കിൽ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനുമായിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി ബോണ്ടുകൾ പർച്ചേസ് ചെയ്യുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷം കോടി രൂപയ്ക്ക് അടുത്തുള്ള ബോണ്ടുകളായിരിക്കും വാങ്ങുക, അല്ലെങ്കിൽ ആ ഒരു രൂപയ്ക്ക് 1 ലക്ഷം കോടി രൂപ മൂല്യമുള്ള ബോണ്ടുകളായിരിക്കും ഓപ്പൺ മാർക്കറ്റ് വഴി വാങ്ങുക എന്ന് കൂടിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളായിട്ടായിരിക്കും വാങ്ങുക. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് അറിയിക്കാമെന്ന് കൂടി RBI മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും വിപണിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ആ ഒരു വാർത്ത വന്നതിന് പിന്നാലെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 26,130 എന്നൊരു റേഞ്ചിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. പൊതുവെ എല്ലാ സെക്ടേഴ്സും ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സിലെല്ലാം തന്നെ പൊതുവെ നമുക്കൊരു പോസിറ്റീവ് ടോൺ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം മറ്റു ചില സെക്ടേഴ്സിൽ ചില നേരിയ തോതിലുള്ള സമ്മർദ്ദവും കാണുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ 2 സ്പെഷ്യൽ ഗസ്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒന്ന് ഫെഡറൽ ബാങ്കിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള KA ബാബു സാറും അതിനോടൊപ്പം തന്നെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പെരിന്തൽമണ്ണയിലെ MD ആയിട്ടുള്ള PD ശങ്കരനാരായണൻ സാറുമാണ് ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. സർ, വെൽക്കം. യെസ് സർ, ആദ്യം ബാബു സാറിലേക്ക് തന്നെയാണ് എത്തുന്നത്. ബാബു സാർ, ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒരു മിക്സഡ് വ്യൂ ആയിരുന്നു. തീർച്ചയായിട്ടും ഒന്നുകിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് കോ തന്നെ തുടരുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു മിക്സഡ് വ്യൂ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ MPC യോഗ തീരുമാനങ്ങൾ താങ്കൾ ഓവറോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? താങ്ക് യു അനില. ഇന്നത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനങ്ങൾ ഓവറോൾ വിലയിരുത്തിയാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ സിറ്റുവേഷൻസ് എല്ലാം തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിപ്പോ റേറ്റിൽ കുറവ് വരുത്തുമോ, 25 ബേസിസ് പോയിന്റ്സ് അല്ലെങ്കിൽ അതിനേക്കാൾ ആ രീതിയിലുള്ളൊരു റേഞ്ചിൽ കുറവ് വരുത്തുമോ, കൂടുതൽ കുറവ് വരുത്തുമോ എന്നുള്ളൊരു ഡിസ്കഷൻ നേരത്തെ ഉണ്ടായിരുന്നു. ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു മേജർ സെഗ്മെന്റ് കരുതിയിരുന്നത് റിപ്പോ റേറ്റ് താഴേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. പ്രത്യേകിച്ചും ഇൻഫ്ലേഷൻ റേറ്റ് ഒരുപാട് താഴെ നിൽക്കുന്ന സാഹചര്യം, GDP റേറ്റ് 8 മേലെ 8.2 നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ സാധാരണ രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാൻഡേറ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ മാനേജ്മെന്റ്, അതുപോലെ ലിക്വിഡിറ്റി മാനേജ്മെന്റ് ഇന്ന് ഗവർണർ പറഞ്ഞ കൂട്ടത്തിൽ ഗവർണറുടെ മീറ്റിംഗിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ബജറ്റ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി പ്രസന്റ് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 1.5 ട്രില്യൺ ലിക്വിഡിറ്റി സിസ്റ്റത്തിൽ ഉണ്ടെന്നാണ്. അപ്പൊ ലിക്വിഡിറ്റി ഉണ്ട്, ഇൻഫ്ലേഷൻ താഴെയാണ്, അതേസമയം ഗ്രോത്ത് റേറ്റ് മേലെ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നോർമൽ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു റേറ്റ് കട്ടിന്റെ ഒരു നീഡ് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. എന്നാലും മോണിറ്ററി പോളിസി കമ്മിറ്റി 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ഇന്നത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഫർദർ ആയിട്ടുള്ള ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷർ തന്നെയാണ്. ഫർദർ ആയിട്ടുള്ള ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് മോണിറ്ററി
പോളിസി കമ്മിറ്റിക്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും US ട്രേഡ് താരിഫിന്റെ ചലഞ്ച് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതിലൊരു സൊല്യൂഷൻ വരാത്ത സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും വിദേശ വ്യാപാരത്തിൽ, എക്സ്പോർട്ടിലും അതുപോലെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിലൊക്കെ വരാൻ പോകുന്ന ഒരു ചലഞ്ചസ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ 25 ബേസിസ് പോയിന്റ്സിന്റെ കട്ട് വരുത്തിക്കൊണ്ട് ഗ്രോത്തിനെ വീണ്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇയർ എൻഡ് ആവുന്ന സമയത്ത് 8%-നേക്കാൾ താഴെ 7.3% ഉള്ള ഒരു ഗ്രോത്തിലേക്ക് GDP കൊണ്ടെത്തിക്കാനുള്ള ഒരു സപ്പോർട്ടിംഗ് മെഷർ എന്നുള്ള രീതിയിലാണ് പ്രധാനമായിട്ടും ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള വേറെ ഡയമെൻഷൻസ് ഉണ്ട്. അത് നമുക്ക് തുടർന്നുള്ള പോയിന്റുകൾ സംസാരിക്കുന്നതായി കരുതുകയാണ്. എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ എല്ലാ രംഗങ്ങളെയും ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ, ലിക്വിഡിറ്റി പുഷ് ചെയ്തുകൊണ്ട് തന്നെ, നേരത്തെ ഞാൻ സംസാരിച്ചതുപോലെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പോലായിട്ടുള്ള ലിക്വിഡിറ്റി അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ സെഗ്മെന്റിനെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വിലയിരുത്തൽ. അടുത്തായിട്ട് നമുക്ക് ശങ്കരനാരായൺ സാറിലേക്ക് പോകാം. സാർ കേൾക്കാമോ? ശങ്കരനാരായൺ സാർ, ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ പ്രത്യേകിച്ചും താങ്കൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ പെരിന്തൽമണ്ണയിൽ MD ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. സ്വാഭാവികമായിട്ടും സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ഇതൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അവരെടുത്തിരിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള വായ്പകൾക്കായിരിക്കും ഈ ഒരു റേറ്റ് കട്ട് കൊണ്ട് ഗുണം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? 2019 മുതൽ ഭവന വായ്പ, വാഹന വായ്പ, പേഴ്സണൽ വായ്പ തുടങ്ങിയവയ്ക്കെല്ലാം എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലിങ്ക്ഡ് റേറ്റ് ആണ് വേണ്ടത്. ഒരു ബാഹ്യ നിരക്കുമായി ബന്ധിപ്പിച്ചിട്ട് വേണം ബാങ്കുകൾ പലിശ നിശ്ചയിക്കാൻ. അത് പിന്നീട് MSME കൂടി കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ റിപ്പോ റേറ്റ് 25 ബേസിസ് പോയിന്റ് 0.25% കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ പലിശയും കൂടി വായ്പകൾക്കുള്ള, റീറ്റെയിൽ വായ്പകൾക്കുള്ള, സാധാരണക്കാരൻ്റെ വായ്പകൾക്കുള്ള പലിശ നിരക്ക് കൂടി അതോടൊപ്പം കുറയുന്നുണ്ട്. കാരണം റിപ്പോ റേറ്റും ക്രെഡിറ്റ് റിസ്ക് പ്രീമിയവും സ്പ്രെഡും ചേർത്തതാണ്. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് കിട്ടേണ്ട കൊടുക്കുന്ന പലിശയും കിട്ടേണ്ട പലിശയും തമ്മിലുള്ള വ്യത്യാസം. ഇത് മൂന്നും കൂടി ചേർത്തതാണ് സാധാരണക്കാരന് ചാർജ് ചെയ്യുന്ന പലിശ. ഏതിന്? റീറ്റെയിൽ വായ്പകൾക്ക്, വാഹന വായ്പ, ഭവന വായ്പ, പേഴ്സണൽ ലോണ്, MSME ചെറുകിട സൂക്ഷ്മ മധ്യതര വ്യവസായങ്ങൾക്കുള്ള വായ്പയ്ക്ക് അതാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു 25 പൈസ കുറയുമ്പോൾ കാസ്കേഡിങ് ഇഫക്റ്റ്, നിഴലാട്ടം പോലെ എല്ലാ രംഗത്തേക്കും അത് കുറഞ്ഞു വരും. പക്ഷെ ഇവിടെ വിസ്മരിക്കപ്പെട്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ സാമ്പത്തിക ഘടന നിലനിൽക്കുന്നത് ഇപ്പോഴും കൃഷിയിൽ അധിഷ്ഠിതമായിട്ടാണ്. ഈ രാജ്യത്തെ പകുതിയിലധികം ആളുകൾ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കൃഷി വായ്പ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലിങ്ക് റേറ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റേറ്റ് കട്ട് കൃഷിക്കാരന് ഒരു വിധത്തിലും ഗുണകരമായിട്ട് വരുന്നില്ല. പിന്നെ വേറൊന്ന്, സാധാരണക്കാരൻ ഇപ്പോൾ വായ്പയുടെ കാര്യം പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം, ഡെപ്പോസിറ്റിന്റെ കാര്യമൊക്കെ. ഏതായാലും കാർഷിക വായ്പകൾക്ക് ഈ ഒരു പലിശ നിരക്കിലുണ്ടായ ഇളവ് ലഭ്യമാകില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സർ, താങ്കളിലേക്ക് തിരികെ വരാം. ബാബു സാറിലേക്ക് തിരികെ പോവുകയാണ്. ബാബു സാർ കേൾക്കാമോ? കേൾക്കാം. സർ, അടുത്തതായിട്ട് പ്രധാനമായിട്ടും പരിശോധിക്കുമ്പോഴേക്കും, അതായത് ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിലവിൽ അതായത് RBI സംബന്ധിച്ച് കഴിഞ്ഞൊരു ഏകദേശം ഒരു 1 മുതൽ 2 വർഷത്തേക്ക് കണക്കുകളിൽ ഏറ്റവും കൂടുതൽ തലവേദനയായിട്ട് നിന്നിരുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് പണപ്പെരുപ്പം, ഉയർന്ന പണപ്പെരുപ്പമായിരുന്നു. ഒപ്പം തന്നെ വളർച്ചയെ ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ 2 ഘടകങ്ങളും ഇന്നത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോഴേക്കും എക്സ്ട്രീംലി പോസിറ്റീവായ ഒരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു റേറ്റ് കട്ട് ഇല്ല എങ്കിൽ പോലും മുന്നോട്ടേക്ക് പോകാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം RBIക്ക് മുന്നിലുണ്ടായിരുന്നു. സോ ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോഴേക്കും ഇത് എങ്ങനെയായിരിക്കും? ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഏകദേശം ഈ ഒരു Q3 എന്ന് പറയുന്നത് 0.6%, അതായത് 1%-ത്തിലും താഴേക്ക് ഇന്ത്യയുടെ പണപ്പെരുപ്പം കുറഞ്ഞേക്കാം എന്നൊരു എസ്റ്റിമേഷനാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇൻഫ്ലേഷനെ അത് എങ്ങനെയായിരിക്കും ബാധിക്കുക? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെ ഉയർന്നു നിന്നിരുന്ന ഒരു നാണ്യപ്പെരുപ്പ റേറ്റിൽ നിന്ന്, വിലക്കയറ്റ നിരക്കിൽ നിന്നാണ് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ടുള്ള റിസർവ് ബാങ്കിന്റെ തുടർച്ചയായിട്ടുള്ള ധനനയ അവലോകനങ്ങൾ വഴി വളരെ യുക്തമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി തീരുമാനങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്.
അത് മറ്റൊരു കാര്യം അതിലുള്ളത്, ഇത് ഓൾമോസ്റ്റ് പ്രിഡിക്റ്റബിൾ ആയിരുന്നു. അതിപ്പോ നമ്മൾ മാർക്കറ്റിന് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളായിരുന്നു തന്നെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം, ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഇത് എന്തുകൊണ്ടാണ് അനൗൺസ് ചെയ്തത്, കൺസിഡർ ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം തന്നെ ജനങ്ങളുടെ മുൻപിൽ വളരെ വിശദമായിട്ടും ട്രാൻസ്പെറന്റ് ആയിട്ടും പ്രസന്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം, ഈ തീരുമാനങ്ങളെല്ലാം അറിയിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു ട്രാൻസ്പെറൻസിയും ഒരു കൺസിസ്റ്റൻസിയും കേന്ദ്ര ബാങ്കിന്റെ ഭാഗത്തു നിന്ന്, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും, ഈ സാമ്പത്തിക രംഗം വീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വീക്ഷിക്കുന്ന ആളുകൾക്ക് തന്നെ എന്തായിരിക്കും ഈ മോണിറ്ററി പോളിസിയുടെ തീരുമാനങ്ങൾ എന്ന് ഓൾമോസ്റ്റ് പ്രിഡിക്റ്റബിൾ ആണ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. അപ്പൊ അതിൽ വല്ലാതെ സർപ്രൈസസ് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇൻഫ്ലേഷൻ റേറ്റ് താഴെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും റേറ്റ് താഴേക്ക് കൊണ്ടുവരേണ്ട ഒരു കംപ്ലൈഷൻ ഇല്ല, ഗോയിങ് ബൈ ദ നോർമൽ റാഷണൈൽ. അപ്പോൾ അതേസമയം ഇപ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തിൽ 0.3%, അതായത് 30 ബേസിസ് പോയിന്റ്സിൽ തന്നെയാണ് നമ്മുടെ ഈ CPI ഇൻഫ്ലേഷൻ റേറ്റ് നിലയിൽ വന്ന് നിൽക്കുന്നത്. അതായത് Q1ഉം Q2ഉം ചേർത്തുകൊണ്ടുള്ള നമ്മൾ പറയുന്ന പോലെ ഫസ്റ്റ് ഹാഫ് ഇയറിൽ ഇത് 1.6% ഇൻഫ്ലേഷൻ റേറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും RBIയുടെ ഗൈഡൻസ് റേറ്റിലുള്ള 4% ±2 എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. എന്നിരുന്നാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മനസ്സിലാക്കുന്നത് ഇപ്പോഴുള്ള ഈ റേറ്റ് കുറവ് പ്രധാനമായിട്ടും ഫുഡ് സെക്ടറിൽ വന്നിരിക്കുന്ന പ്രൈസിന്റെ കുറവ് കൊണ്ടാണ്. അതിനകത്ത് നമ്മുടെ നല്ല മൺസൂൺ കിട്ടിയിരിക്കുന്നു, മറ്റു രീതിയിലുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാർഷിക രംഗത്ത് വന്നിരിക്കുന്ന മറ്റു രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്, പ്രതീക്ഷിക്കുന്ന ഇംപ്രൂവ്മെന്റുകൾ നമ്മൾ ആ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഫുഡ് രംഗത്തുള്ള ഫുഡ് ഇൻഫ്ലേഷൻ റേറ്റ് താഴേക്ക് വരുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാന ചലഞ്ച്. ഇൻഫ്ലേഷൻ എന്തുകൊണ്ട് താഴെ വരുന്നില്ല എന്ന് പറയുമ്പോഴൊക്കെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു ചലഞ്ച് ഫുഡ് ഇൻഫ്ലേഷൻ താഴെ വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഫുഡ് ഇൻഫ്ലേഷനും കൂടെ താഴെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഫസ്റ്റ് ഹാഫ് ഇയറിൽ 1.6ഉം ഒക്ടോബർ മാസത്തിലേക്ക് വന്നപ്പോൾ അത് 30 ബേസിസ് പോയിന്റ്സുമായിട്ടും ഇൻഫ്ലേഷൻ റേറ്റ് താഴേക്ക് വന്നിരിക്കുകയാണ്. എന്നുണ്ടെങ്കിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനെ കാണുന്നത് വരും കാലങ്ങളിൽ ഈ ഒരു റേറ്റിൽ നിലനിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഒരുപക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഗവർണറുടെ ഈ അവലോകനം പ്രസന്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ ടോക്കിൽ ആ പ്രസന്റേഷനിൽ അത് പറയാതിരുന്ന കാര്യങ്ങൾ തന്നെയാവാം. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഉള്ളതാണ് താനും. നമുക്കറിയാം റുപ്പിയുടെ വാല്യൂ താഴേക്ക് പോയിരിക്കുകയാണ്. ഏകദേശം 90 രൂപയ്ക്ക് മേലെ റുപ്പി വാല്യൂ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിദേശ വാണിജ്യത്തിൽ നിന്ന് വരുന്ന ഡോളർ അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് വരുന്ന ഫോറിൻ കറൻസി ഇവിടെ തുക കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി പ്രസന്റ് ചെയ്തപ്പോൾ ഗവർണർ പറഞ്ഞു അവിടെ നമുക്ക് വല്ലാതെ രീതിയിലുള്ള ചലഞ്ച് ഒന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് നമ്മുടെ എക്സ്പോർട്ടിന്റെ കുറവ് കൊണ്ടും മറ്റ് ഫോറിൻ കറൻസി വിദേശ വരുമാനം നമ്മുടെ ഇന്ത്യയിലേക്ക് വരാത്തത് കൊണ്ടും അവിടെയും ഒരു ചലഞ്ച് ഉണ്ടാകാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഈ 25 ബേസിസ് പോയിന്റ്സിന്റെ റിഡക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള ഒരു ലിക്വിഡിറ്റി സിസ്റ്റത്തിൽ കൂടുതലുണ്ടാവും. സാധാരണക്കാരുടെ കയ്യിലാണെങ്കിലും ബിസിനസ്സുകാരുടെ കയ്യിലാണെങ്കിലും സാമ്പത്തിക രംഗത്ത് കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവും. ഇതെല്ലാം ക്രമേണ ഇൻഫ്ലേഷനെ മേലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ആളുകളുടെ കയ്യിൽ കൂടുതൽ ലിക്വിഡിറ്റി വരുന്ന സാഹചര്യം വരുമ്പോൾ മേലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളായിട്ട് വരാം. ഈ വരുന്ന സാഹചര്യത്തിൽ ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോഴുള്ള 0.6% അല്ലെങ്കിൽ 1.6%, 0.3% നിൽക്കില്ല. ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ അവലോകനത്തിൽ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ 2.2% അല്ലെങ്കിൽ അതിന് അടുത്തൊരു ശതമാനത്തിലേക്ക് ഇൻഫ്ലേഷൻ റേറ്റ് മേലേക്ക് വരുമെന്ന് തന്നെയാണ്. അങ്ങനെ ഇൻഫ്ലേഷൻ റേറ്റ് മേലേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് റേറ്റിന്റെ ഒരു കട്ട് ഇന്ന് പ്രധാനമായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിനൊരു സപ്പോർട്ട് നമുക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുന്നത് ഉചിതമായിരിക്കുമല്ലോ എന്നുള്ള രീതിയിലാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 3 ഉത്തരവാദിത്തങ്ങളിൽ ഇൻഫ്ലേഷനും ലിക്വിഡിറ്റിയും കഴിഞ്ഞാൽ പിന്നെയുള്ള ഉത്തരവാദിത്തം ഗ്രോത്ത് ആണ്. അപ്പൊ നമുക്ക് റീസെന്റ് പാസ്റ്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രോത്ത് എന്ന് പറയുന്ന കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ കൂടുതലായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് മോണിറ്ററി പോളിസി തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തവണയും ആ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം തന്നെ വേണം എടുക്കാൻ എന്നുള്ള ഒരു തോട്ട് പ്രോസസിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിലും റേറ്റ് കട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗ്രോത്തിനെ തീർച്ചയായിട്ടും അത് സപ്പോർട്ട് ചെയ്യും.
സാർ ഇപ്പം ഗ്രോത്തിൻ്റെ കേസ് സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലത്തെ ഒരു GDP എന്ന് പറയുന്നത് 8.2% ആണ്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ മുകളിലേക്കുള്ളൊരു റേറ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഇപ്പോൾ RBIയുടെ MPC യോഗ തീരുമാനങ്ങളിൽ GDP എസ്റ്റിമേഷൻസ് പരിശോധിക്കുമ്പോൾ അത്രയധികം ഓപ്റ്റിമിസ്റ്റിക്, അതായത് സെൻട്രൽ ഗവൺമെൻറ് കണക്കുകൾക്ക് ആനുപാതികമായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അല്ല RBI മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. ഒരു 7% ഗ്രോത്താണ്. അതും 2027 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും 7% താഴേക്ക് ഇന്ത്യയുടെ GDP കുറഞ്ഞേക്കാം എന്നൊരു എസ്റ്റിമേഷൻ കൂടി RBIയുടെ ഭാഗത്തു നിന്ന് എത്തുന്നുണ്ട്. സോ ഇനി മുന്നോട്ടേക്ക് വരുമ്പോഴേക്കും ഒരു ഗ്രോത്ത് കൺസേൺ RBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? RBIയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തോട്ട് ഉണ്ട് എന്നാണ് ഇന്നത്തെ മോണിറ്ററി പോളിസി അവലോകന തീരുമാനങ്ങൾ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് RBIയുടെ ഭാഗത്തുനിന്നുള്ളൊരു തോട്ട് മാത്രമല്ല, നമുക്ക് പൊതുവെ ആ കാര്യങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു 8.2% GDP ഗ്രോത്ത് റേറ്റ് നമുക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ഇയറിൽ. പക്ഷേ അപ്പോൾ നമ്മൾ US ട്രേഡ് താരിഫിന്റെമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും മെർക്കൻഡൈസിൽ വന്നിരിക്കുന്ന വിദേശ വ്യാപാരത്തിന്റെ അല്ലെങ്കിൽ എക്സ്പോർട്ടിന്റെ വന്നിരിക്കുന്ന കുറവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫസ്റ്റ് ഹാഫ് ഇയറിൽ വല്ലാതെ ഇമ്പാക്ട് ചെയ്തിട്ടില്ല. അത് ഇമ്പാക്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതിന്റെ യഥാർത്ഥത്തിലുള്ള ഇമ്പാക്ട് നമുക്ക് ഈ ക്വാർട്ടറിലും ഇനി വരുന്ന ക്വാർട്ടറിലും അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വരുന്ന ക്വാർട്ടറിലും നമുക്കത് കാണാൻ സാധിക്കും. ചർച്ചകൾ നടക്കുന്നുണ്ട്, അതിലെല്ലാം തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാൻ നമുക്ക് പോസിറ്റീവായിട്ടൊരു തോട്ട് നമുക്ക് ആ കാര്യത്തിൽ ഉള്ളത് നല്ലത് തന്നെയാണ്. പക്ഷെ എന്നാലും അതിനെക്കുറിച്ചൊരു തീരുമാനം ഒന്നും ആകാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളിൽ ടെക്സ്റ്റൈൽസ് അതുപോലെയൊക്കെയുള്ള പ്രത്യേകിച്ചും US മാർക്കറ്റിലേക്ക് നമ്മൾ കൂടുതലായിട്ടുള്ള എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളിലെല്ലാം കുറവ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ആ കുറവിന്റെയും കൂടെ ഒരു അടിസ്ഥാനത്തിലാണ്, അങ്ങനെ പോസിബിലിറ്റിയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള 8.2% വളർച്ച ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഉണ്ടാവില്ല എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അത് പരിഗണിച്ച് തീരുമാനമെടുക്കാനുള്ള കാര്യം. സാധാരണ രീതിയിൽ നമുക്കറിയാം, സാമ്പത്തിക രംഗം ഇന്ത്യയിലാണെങ്കിലും മറ്റൊരു രാജ്യത്താണെങ്കിലും സെക്കൻഡ് ഹാഫ് ഇയറിലാണ് ഗ്രോത്ത് റേറ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ 8.2% തന്നെ രണ്ടാമത്തെ ഹാഫ് ഇയറിലും ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും 8% മേലെയുള്ള ഒരു GDP പ്രൊജക്ഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വളരെ കോൺഫിഡൻസോടുകൂടെ പ്രൊജക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് സാധ്യമാവാത്തതിന്റെ കാരണം ഈ മുന്നിൽ കാണുന്ന വെല്ലുവിളികൾ, പ്രത്യേകിച്ചും ഈ ട്രേഡിന്റെ കാര്യത്തിൽ, ഇന്റർനാഷണൽ ട്രേഡിന്റെ കാര്യത്തിലൊക്കെ മുന്നിൽ കാണുന്ന വെല്ലുവിളികൾ യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പൊ ഫാക്ടർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് 7.3% നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തേക്കാം GDP നിരക്കിൽ, വർധന നിരക്കിൽ എന്ന് ഇപ്പോൾ തീരുമാനിക്കാൻ കാര്യം. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് കാണേണ്ട ഒരു പോസിറ്റീവ് സൈഡ്, ഒറിജിനലി 6.8% ആയിരുന്നു ഈ സാമ്പത്തിക വർഷത്തെ ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നത്. ഒറിജിനലി അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 8.2%ലേക്ക് GDP വളർന്ന ഒരു അഡീഷണൽ സപ്പോർട്ടിന്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഈ സാമ്പത്തിക വർഷം 6.8 നിന്ന് 7.3 വളരും എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്, എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ റിയലിസ്റ്റിക് ആയിട്ടൊരു എസ്റ്റിമേറ്റ് ആണ്. വരാനിരിക്കുന്ന ഈ വിദേശ ട്രേഡിലുള്ള വെല്ലുവിളികളും കൂടെ ഫാക്ടർ ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് മനസ്സിലാക്കാം. പിന്നെ അടുത്ത വർഷത്തേക്ക് അടുക്കുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും താഴെ നിലയിലുള്ള ഒരു ഗ്രോത്ത് റേറ്റ് ആണ്. അതായത് നമ്മളൊരു ആഗോള അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഇപ്പോഴും മേലെ തന്നെയാണ് നിൽക്കുന്നത്, ഈവൻ ചൈനയിലേക്കാളൊക്കെ മേലെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യൻ സാഹചര്യങ്ങൾ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കൊരു ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമ്മളിപ്പോൾ സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഇക്കോണമി അല്ല. അതുകൊണ്ട് ആഗോള അടിസ്ഥാനത്തിൽ വരുന്ന മാറ്റങ്ങളും ചലഞ്ചുകളും വെല്ലുവിളികളും നമ്മുടെ ഗ്രോത്തിനെയും ബാധിക്കുമെന്ന് ഒട്ടും ഫാക്ടർ ചെയ്യാതെ ഒരു ഫോർകാസ്റ്റ് നടത്തുന്നോ ഒരു പോളിസി ഡിസിഷൻ എടുക്കുന്നത് ഉചിതമായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഫോർകാസ്റ്റ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാബു സാറിലേക്ക് തിരിച്ചു വരാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ശങ്കരൻ നായർ സാറിലേക്ക് ഒന്ന് പോകേണ്ടത്. സാർ, ഇപ്പോൾ നേരത്തെ താങ്കൾ വായ്പകളുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വായ്പകളോടൊപ്പം തന്നെ നമുക്ക് പരിഗണിക്കേണ്ടതാണ് ഡിപ്പോസിറ്റിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ നിലവിലത്തെ ഒരു സ്ഥിതിയിൽ, അതായത് പെട്ടെന്ന് പല സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെയും ഒരു കൺസേൺ ആണ് അവരുടെ സേവിങ്, കറണ്ട് അക്കൗണ്ടുകളുടെയൊക്കെ ഡിപ്പോസിറ്റ് നിരക്കുകൾ വലിയ തോതിൽ കുറവുണ്ടാകുമോ, ടേം ഡെപ്പോസിറ്റ് ഇത് എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക, സോ നിക്ഷേപങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ ഒരു MPC യോഗ തീരുമാനങ്ങൾ എഫക്റ്റ് ചെയ്യുക? സ്വാഭാവികമായിട്ടും കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സർ, പറഞ്ഞോളൂ. സ്വാഭാവികമായിട്ടും വായ്പയിൽ നിന്നുള്ള പലിശ വരുമാനം കുറയുമ്പോൾ നിക്ഷേപങ്ങൾക്ക് കൊടുക്കേണ്ട പലിശയിൽ കുറവ് വരുത്തേണ്ടതുണ്ട്. എന്നാൽ കറണ്ട് അക്കൗണ്ട് പലിശ ഇല്ലാത്തതാണ്, അപ്പോൾ അതിനെ ബാധിക്കുന്നില്ല. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് വളരെ വലിയ നിരക്കിലുള്ളൊരു പലിശ ഇല്ലാത്തതുകൊണ്ട് സേവിങ്സ് ബാങ്കിൻ്റെ പലിശ നിരക്ക് ആ രീതിയിൽ വർദ്ധിപ്പിക്കാറില്ല.
കുറയ്ക്കാറില്ല. കുറവ് വരുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലായിരിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ബാധിക്കുന്നത് റിട്ടയർ ചെയ്ത് വിരമിച്ച ശേഷം വിശ്രമ ജീവിതം നയിക്കുന്നവരുടെ വരുമാന മാർഗമാണ്. അവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കിട്ടിയത് ബാങ്കിൽ ഇട്ടിട്ട് അതിന്റെ പലിശ വാങ്ങിച്ച് ജീവിക്കുക എന്നുള്ള സ്വസ്ഥമായ ഒരു ജീവിതമാണ് അവരുടെ. ആ ജീവിതത്തിലേക്ക് ഒരു ചെറിയ അമ്പ് വന്ന് തറയ്ക്കുകയാണ് അവരുടെ പലിശ വരുമാനം കുറയുമ്പോൾ. സ്വാഭാവികമായിട്ടും ഫിക്സഡ് ഡെപ്പോസിറ്റിന് പലിശ നിരക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു പേരെങ്കിലും ഓഹരി വിപണിയിലേക്ക് പൈസയെ അവനവൻ്റെ നിക്ഷേപങ്ങളെ മാറ്റും. അല്ലെങ്കിൽ സ്വർണ്ണമുണ്ട്, സ്വർണ്ണ ETF ഉണ്ട്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഇതിലേക്കൊക്കെ മാറും. എങ്കിലും സാധാരണക്കാരായ അതിസാധാരണക്കാരായ നമ്മുടെ ജനങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ തന്നെ ആശ്രയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ആ രൂപത്തിൽ ജീവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം 2025 മാത്രം, ഇപ്പൊ 25 ബേസിസ് പോയിന്റ് എന്ന് പറഞ്ഞില്ല, 2025 മാത്രം 125 ബേസിസ് പോയിന്റ്, 1.25% പലിശ നിരക്കിൽ റിപ്പോ റേറ്റിൽ കുറവ് വന്ന്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തദനുസൃതമായിട്ടുള്ള കുറവ് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലും വരും. കാരണം വായ്പകളുടെ പലിശ നിരക്ക് കുറഞ്ഞു, ബാങ്കുകൾ ലാഭത്തിൽ നടക്കണം. അപ്പോൾ ബാങ്കുകൾ സ്വാഭാവികമായിട്ടും ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് കുറയ്ക്കും. അത് സാധാരണക്കാരായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കും. കുറച്ചെങ്കിലും ബാങ്ക് ഡെപ്പോസിറ്റ് ഓഹരി വിപണിയിലേക്കും മ്യൂച്വൽ ഫണ്ടിലേക്കും മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അനില, ഏതായാലും വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് താങ്കളിലേക്ക് തിരിച്ചു വരാം. അടുത്തായിട്ട് ബാബു സാറിലേക്ക് പോവുകയാണ്. ബാബു സാർ, ഈ ഒരു കൺസേൺ ശരിക്കും ബാങ്കുകളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ അവർക്കൊരു ലിക്വിഡിറ്റി ക്രഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. കാരണം ഇപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ലോണിൻ്റെ വായ്പ കുറയുന്നു, എന്നാൽ അതേസമയം ഡിപ്പോസിറ്റുകൾക്ക് ഒരു പരിധിക്ക് മേലെ നമുക്ക് ലോണിൻ്റെ പലിശ നിരക്ക് കുറയുന്നു. പക്ഷേ ഡിപ്പോസിറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരു പരിധിക്ക് മേലെ ആ ഒരു നിരക്ക് കുറയ്ക്കാൻ സാധിക്കുകയില്ല. എനിക്ക് തോന്നുന്നു ഇതിന് മുൻപത്തെ RBIയുടെ മീറ്റിങ്ങിലൊക്കെ തന്നെ ഈ ഒരു ഓൾട്ടർനേറ്റീവ് ഫണ്ട്സിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്കൊക്കെ വലിയ തോതിൽ ഈ നിക്ഷേപങ്ങൾ കടന്നു പോകുന്നതിനെ സംബന്ധിച്ച് RBI വളരെ കൺസേൺ ആയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പരിശോധിക്കുമ്പോഴേക്കും ബാങ്കുകളെ സംബന്ധിച്ചിട്ട് അവരുടെ അഥവാ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ അടക്കം ഒരു പക്ഷേ ഈ ഒരു തീരുമാനം കൊണ്ട് സമ്മർദ്ദത്തിലായേക്കാം. സോ ബാങ്കുകൾ എങ്ങനെയായിരിക്കും, ഒരു ബാങ്ക് എന്ന പെർസ്പെക്റ്റീവിൽ ബാങ്കുകൾ എങ്ങനെയായിരിക്കും ഈ ഒരു ലിക്വിഡിറ്റി ക്രഞ്ചിനെ ഫേസ് ചെയ്യുക? നേരത്തെ ശ്രീ ശങ്കർ നാരായണൻ പറഞ്ഞതുപോലെ തന്നെ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോ റേറ്റ് കുറയ്ക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ ട്രാൻസ്മിഷൻ റിപ്പോ റേറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ലോൺ ബുക്കിലേക്ക് എല്ലാം തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതിന് 90 ദിവസത്തെ ഒരു വിൻഡോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിച്ചിട്ടുണ്ട് ബാങ്കുകൾക്ക്. ഒരു റേറ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പരമാവധി 90 ദിവസത്തിനുള്ളിൽ ഈ റിപ്പോ റേറ്റിൽ വരുന്ന കുറവ് റിപ്പോ റേറ്റ് ലിങ്ക് ചെയ്തിരിക്കുന്ന ലോണുകൾക്കെല്ലാം തന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനെയാണ് പ്രത്യേകിച്ച് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഈ റേറ്റ് ട്രാൻസ്മിഷൻ നടന്നിട്ടുണ്ടോ, സാമ്പത്തിക രംഗത്തിലേക്ക് ട്രാൻസ്മിഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം പരമാവധി കിട്ടുന്ന ഒരു വിൻഡോ 90 ദിവസമാണ് ഈ ഒരു ട്രാൻസ്മിഷൻ ലോണിന്റെ കാര്യത്തിൽ കൊടുക്കാനായിട്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ 2015 ആദ്യ പാദത്തിലും 2026 3 ക്വാർട്ടറിലും ആയിട്ട് ഇപ്പോൾ ഏകദേശം 125 ബേസിസ് പോയിന്റ്സിന്റെ റിപ്പോ റേറ്റിൽ കുറവ് വന്നിരിക്കുന്നത്. അത് ലോൺ ബുക്കിലേക്ക് റിപ്പോ റേറ്റ് ലിങ്ക് ചെയ്തിരിക്കുന്ന ലോൺ ബുക്കിലേക്ക് ട്രാൻസ്മിഷൻ തീർച്ചയായിട്ടും നടത്തേണ്ടതുണ്ട്. ഏകദേശം 60% മേലെ വരുന്ന ബാങ്കുകളുടെ ലോൺ ബുക്ക് റിപ്പോ റേറ്റ് ലിങ്ക് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ EBL എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. MCLR-ലായിട്ട് ലിങ്ക് ചെയ്യാത്ത റേറ്റുകൾ ഉണ്ടെങ്കിൽ നേരത്തെ ശ്രീ ശങ്കർ നാരായണൻ പറഞ്ഞതുപോലെ അതുമായിട്ട് ലിങ്ക് ചെയ്യാത്ത അഗ്രികൾച്ചർ കാർഷിക വായ്പകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നൊരു കമ്പൽഷൻ ബാങ്കുകൾക്ക് ഉണ്ടാവില്ല. അത് അതിൻ്റെതായിട്ടുള്ള നോംസ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. MCLR-ലെല്ലാം തന്നെ കുറവുകൾ വരുത്തി ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ റേറ്റ് താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കാർഷിക വായ്പകൾക്കും റേറ്റ് കുറച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം നമ്മൾ കാർഷിക വായ്പ എടുത്തിരിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നും കൂടുതലായിട്ട് ഈ അഗ്രികൾച്ചർ സെക്ടറിനെ സപ്പോർട്ട് ചെയ്യാനെല്ലാം തന്നെ സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ ബാങ്കുകൾ ഒറ്റയ്ക്കായിട്ടെല്ലാം തന്നെ ഒരു ഇൻഡസ്ട്രി എന്ന രീതിയിലൊക്കെ അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യം ബാങ്കുകൾക്ക് കൊണ്ടുവരാനും പല ബാങ്കുകളും ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്ത് പോകുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോ റേറ്റിന്റെ കുറവ് തീർച്ചയായിട്ടും ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ കുറവ് വരുത്തും, റവന്യൂവിൽ കുറവ് വരുത്തും. അത് അവരുടെ മാർജിൻ, ബാങ്കുകൾ സംസാരിക്കുന്ന മാർജിനിൽ കുറവ് വരുത്തും, ബാങ്കുകളുടെ ആ ഒരു പ്രോഫിറ്റ് മാർജിനിൽ, റവന്യൂ മാർജിനിൽ കുറവ് വരുത്തും. ഇതാണ് ലോൺ സെക്ടറിലുള്ള ഒരു മാറ്റർ. നമുക്ക് ഇന്നത്തെ
മീറ്റിംഗിൽ തന്നെ, നയാവലോകന മീറ്റിംഗിൽ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ പറഞ്ഞത് ലെൻഡിംഗ് റേറ്റിൽ ഏകദേശം 69 ബേസിസ് പോയിന്റ് മുതൽ 78 ബേസിസ് പോയിന്റ് വരെ കുറവുകൾ ഇതിനകം തന്നെ ബാങ്കുകൾ ആവറേജ് ഇൻഡസ്ട്രി ആവറേജ് അത് കുറവ് വരുത്തി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ഇനിയും കൂടെ അല്പം കൂടെ ബാക്കിയുണ്ട്. ആ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള 125 ബേസിസ് പോയിന്റ്സ്, ഇന്നത്തെ അടക്കം മുതലുള്ള 125 ബേസിസ് പോയിന്റ്സ് ഈ സാമ്പത്തിക വർഷം തന്നെ ഈ ഇടപാടുകാരിലേക്ക് ട്രാൻസ്മിഷൻ കൊടുത്ത് ചെയ്യേണ്ട ആ ഒരു പ്രഷർ മാർജിനിൽ ബാങ്കുകൾക്ക് ഉണ്ടാവും. ഇതിന്റെ മറു സൈഡാണ് നേരത്തെ സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ഡിപ്പോസിറ്റിന്, നിക്ഷേപങ്ങൾക്ക് ഈ പലിശ നമ്മൾ കുറച്ചു കൊടുക്കേണ്ട ഒരു കമ്പൽഷൻ ബാങ്കുകൾക്ക് ഉണ്ടാവില്ലേ? അപ്പോൾ അത് എങ്ങനെയായിരിക്കും, ഈ രണ്ട് സിറ്റുവേഷനും എങ്ങനെയായിരിക്കും ബാങ്കുകൾ ആ ഒരു ചലഞ്ചിനെ എങ്ങനെയായിരിക്കും, ആ ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും മീറ്റ് ചെയ്യുന്നത്? നേരത്തെ സൂചിപ്പിച്ചല്ലോ, ശ്രീ ശങ്കരനാരായണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബാങ്കർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ബാങ്ക് നിക്ഷേപങ്ങൾക്കുള്ള അട്രാക്ഷൻ നേരത്തെ പോലെ അത്രയും പ്രബലമല്ല. പ്രത്യേകിച്ചും ഈ പുതിയ ജനറേഷൻ, പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ യങ്സ്റ്റേഴ്സ്, യങ് ഓഡിയൻസ്, അവരെല്ലാം ഇപ്പോൾ ബാങ്ക് നിക്ഷേപത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് അതിനേക്കാൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നത് ബാങ്ക് ഇതര അവസരങ്ങളിലാണ്. അത് മ്യൂച്വൽ ഫണ്ടുകളാവാം, സ്റ്റോക്ക് മാർക്കറ്റ് ആവാം, അതുപോലെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള സെഗ്മെന്റിലാണ് നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് നടത്തുന്നത്. അതുകൊണ്ട് ബാങ്കുകൾ ഇപ്പോൾ തന്നെ നിക്ഷേപ സമാഹരണത്തിന്റെ കാര്യത്തിൽ ഒരു ചലഞ്ച് ഉണ്ട്. അത് ഇൻട്രസ്റ്റ് റേറ്റിന്റെ കുറവുകൊണ്ട് മാത്രമല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു ഡൈമെൻഷനിൽ, പ്രത്യേകിച്ച് പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നും ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്നൊക്കെ കൂടുതലായിട്ട് അതിലൊരു ഒരു മാറ്റം വന്നിരിക്കുന്നുണ്ടാണ്. പിന്നെ നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു റെഗുലേഷനിൽ ഉള്ളതല്ലെങ്കിൽ പോലും കുറെ ആളുകളൊക്കെ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ തന്നെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള വിർച്വൽ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾ പൊതുവെ റിസോഴ്സ് ക്രഞ്ച് നേരിടുന്നുണ്ട്. അനിൽ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ നേരിടുന്ന സാഹചര്യത്തിലും ഡെപ്പോസിറ്റിന്റെ റേറ്റ് ഇനിയും കുറയ്ക്കാൻ ബാങ്കുകൾക്ക് സാധിക്കുമോ? റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ ബാങ്കുകൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റുകളിലെ അട്രാക്ഷൻ വീണ്ടും കുറഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ചലഞ്ച് ബാങ്കുകൾക്കുണ്ട്. ഡെപ്പോസിറ്റ് റേറ്റിൽ വല്ലാതെ താഴേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇന്നത്തെ നയ അവലോകന ലോകത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ പറഞ്ഞത് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ 105 ബേസിസ് പോയിന്റ്സിന്റെ കുറവ് ഓൾറെഡി വന്നു കഴിഞ്ഞു. 105 ബേസിസ് പോയിന്റ്സിന്റെ നമ്മൾ കണ്ടു. ലോണിന്റെ കുറവിൽ ഏകദേശം 80 ബേസിസ് പോയിന്റ്സ് ആണെങ്കിൽ ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ 105 ബേസിസ് പോയിന്റ്സ് ഓൾറെഡി കുറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നിലവിലുള്ള ഡെപ്പോസിറ്റുകൾ നമുക്കറിയാം, 1 വർഷം മുതൽ 5 വർഷം വരെ 10 വർഷം വരെയൊക്കെയാണ് ഡെപ്പോസിറ്റുകൾ ബാങ്കുകൾ നിൽക്കുന്നത്. 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള ഡെപ്പോസിറ്റുകളായിരിക്കും കൂടുതൽ, ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണെങ്കിൽ പ്രത്യേകിച്ചും. ആ ലോണുകളുടെ റിന്യൂവൽ അനുസരിച്ച്, അത് റീഡെപ്പോസിറ്റ് ചെയ്യുന്ന അനുസരിച്ച് പുതിയ റേറ്റുകളായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഏകദേശം ഒരു 32 ബേസിസ് പോയിന്റ്സിന്റെ ഒരു കുറവാണ് നിലവിലുള്ള ഡെപ്പോസിറ്റ് ബുക്കിൽ വന്നിട്ടുള്ളെങ്കിൽ പോലും ഓരോ പീരീഡ് ടൈം അവിടെയും ഈ കുറവ് വരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അട്രാക്ഷൻ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഇത് കുറയ്ക്കുമ്പോൾ ഉണ്ടാവും. ആ ഒരു സാഹചര്യത്തെ ബാങ്കുകൾ എങ്ങനെ മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അടക്കമുള്ള ആളുകൾ എപ്പോഴും ബാങ്കുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ബാങ്ക് ഡെപ്പോസിറ്റിന്റെ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കൂ, പുതിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ കൊണ്ടുവരും, കൂടുതൽ ആകർഷകമാക്കാൻ സാധിക്കും. അത് ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പല ബാങ്കുകളും പുതിയ പ്രോഡക്റ്റുകളൊക്കെ ആയിട്ട് വരികയാണ്. ഒരുപാട് ഫ്രീബീസ് ആയിട്ടും ഒരുപാട് ബണ്ട്ലിംഗ് ഓഫേഴ്സും ബെനിഫിറ്റ്സ് ഒക്കെ ആയിട്ട് വരികയാണ് ഈ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ. പലിശ മാത്രമല്ല, പലിശ ഇതര ഓഫേഴ്സ് എല്ലാം കൊടുത്തുകൊണ്ടൊക്കെ ധാരാളം പുതിയ ഹൈബ്രിഡ് സ്കീംസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വന്നപ്പോഴും ഈ ഒരു ക്രഞ്ച് നിലനിൽക്കുന്നുണ്ട്. 13% മേലെ ലോൺ ഗ്രോത്ത് നിൽക്കുമ്പോൾ, ക്രെഡിറ്റ് ഗ്രോത്ത് നിൽക്കുമ്പോൾ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഇപ്പോഴും 11% അതിന് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ റിസോഴ്സ് മൊബിലൈസേഷന്റെ കാര്യത്തിൽ ബാങ്കുകൾക്കുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിരിക്കുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴിയും റുപ്പി ഡോളർ സ്വാപ്പ് വഴിയും വന്നിരിക്കുന്ന 1.5 ട്രില്യൺ അഡീഷണൽ ലിക്വിഡിറ്റി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. ബാങ്കുകൾക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കാം, ഞങ്ങളത് വാങ്ങിക്കാൻ തയ്യാറാണ്, 1 ലക്ഷം കോടി രൂപയ്ക്ക് ഞങ്ങളിത് വാങ്ങിക്കും. അതുകൂടാതെ റുപ്പി ഡോളർ സ്വാപ്പ് വഴി 50, ഞങ്ങൾ ഇതുപോലെ തന്നെ 0.5 ട്രില്യൺ അല്ലെങ്കിൽ 50 ലക്ഷം ഡോളറിന്റെ അത്രയും ഒരു കോടിയുടെ അഡീഷണൽ ആയിട്ട് നമ്മൾ റുപ്പി ഡോളർ സ്വാപ്പും കൂടെ കൊണ്ടുവന്ന് പറ്റുമെങ്കിൽ ഡിസംബർ മാസത്തിൽ തന്നെ, അല്ലെങ്കിൽ ജനുവരി മാസമൊക്കെ ആകുമ്പോഴേക്കും 1.5 ലക്ഷം കോടി രൂപ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാണ് നിങ്ങൾക്ക് ലിക്വിഡിറ്റി തരാൻ. ലിക്വിഡിറ്റി വൺ ഫാക്ടർ മാത്രമാണ്. ലിക്വിഡിറ്റി ഈസ് വൺ ഫാക്ടർ. അതായത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ബാങ്ക് ക്യാൻ കണ്ടിന്യൂ ടു ലെൻഡ് എന്നാണ്. പക്ഷേ മാർജിൻ എവിടെ നിൽക്കുന്നു? ബാങ്കുകളുടെ മാർജിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂ ടു ലെൻഡ് എന്നുള്ളത് കൊണ്ട് മാത്രം ബാങ്കുകളുടെ മാർജിനിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല.
അപ്പൊ ഈ മാർജിൻ മാനേജ്മെന്റ് എന്നുള്ളത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 4 മാസങ്ങളിൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ പ്രത്യേകിച്ചും വലിയൊരു ചലഞ്ച് ആയിരിക്കും. അത് വലിയ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഡെപ്പോസിറ്റ് റേറ്റ് കുറയ്ക്കാതെ തന്നെ മാനേജ് ചെയ്യാൻ സാധിച്ചേക്കാം. വലിയ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഏബിൾ ടു മാനേജ് ദ സിറ്റുവേഷൻ. പക്ഷെ ചെറിയ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബാങ്കുകളാണെങ്കിലും മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളാണെങ്കിലും മറ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ മുതലായിട്ടുള്ള ചെറിയ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് വലിയൊരു ബഫർ ഇല്ല, ലീവേ ഇല്ല. അവിടെ ഡെപ്പോസിറ്റിന്റെ റേറ്റ് കുറയ്ക്കാതെ ലോണിന്റെ റേറ്റ് കുറയ്ക്കാന്ന് പറയുന്ന ലീവ് ഉണ്ടാവില്ല. അപ്പോൾ വിത്തിൻ ദ ഇൻഡസ്ട്രി ദർ മേ ബി ഡിഫറെന്റ് ഡിഗ്രീസ് ഇൻ ദ വേ ദാറ്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു അഫക്റ്റഡ് എന്നുള്ളൊരു സാഹചര്യം ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി റേറ്റ് കുറയ്ക്കുന്നതും ലിക്വിഡിറ്റി കൊണ്ടുവരുന്നതും ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സർ, അതിനോടൊപ്പം തന്നെ ആഡ് ഓൺ ചെയ്ത് ചോദിക്കുന്നത്, പ്രധാനമായിട്ട് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴി കൂടുതലായിട്ട് ബോണ്ട് പർച്ചേസിങ്ങിന് RBI തയ്യാറാകുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും നിലവിൽ, അതായത് ഈ ഒരു MPC യോഗത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഫോക്കസിലേക്ക് വന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് റുപ്പിയുടെ ഡീവാലുവേഷൻ അല്ലെങ്കിൽ റുപ്പിയുടെ ഡിപ്രീസിയേഷൻ ആയിരുന്നു. ഒരു റെക്കോർഡ് ലോയിലേക്ക് ഡോളറിനെതിരെ ഇടിയുന്നൊരു സ്ഥിതിയാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു MPC യോഗം പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു രൂപയുടെ ഇടിവിനെ വലിയ തോതിൽ RBI ഒരു കൺസേൺ ആയിട്ട് എടുത്തതായിട്ടല്ല പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നത്. സോ ഈ ഒരു രൂപയുടെ ഇടിവിനെ എങ്ങനെയായിരിക്കും RBI ഇപ്പോൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക? രൂപയുടെ ഇടിവ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഈ US ട്രേഡ് താരിഫുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ വിഷയം തന്നെയാണ്. ഇന്ത്യയിലുള്ള എക്സ്പോർട്ടുകൾ കുറഞ്ഞുപോയി, ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ കറൻസി കുറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന, ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് ഇത് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ വീണ്ടും ഡോളറായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകണം. അപ്പൊ ഡോളറിന്റെ ഡിമാൻഡ് ഇവിടെ കൂടുന്നു. ഡോളറിന്റെ ഡിമാൻഡ് കൂടുന്ന സമയത്ത് വീണ്ടും റുപ്പി താഴേക്ക് റുപ്പിയുടെ ആ മെട്രിക്സ് താഴേക്ക് വരുന്നു. ഡോളർ വായ്പ എടുത്തിരിക്കുന്ന ആളുകളുണ്ട്, പല രീതിയിലുള്ള ഡോളർ വായ്പ എടുത്തിരിക്കുന്ന ആളുകളുണ്ട്. ഡോളറിന്റെ തിരിച്ചടവിന് വേണ്ടി ഒരു സമയത്ത് ഡോളർ കൂടുതൽ ഇന്ത്യൻ രൂപ കൊടുത്താൽ മാത്രമേ ഡോളർ കിട്ടുള്ളൂ. അവിടെ ഒരു ചലഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ എക്സ്പോർട്ടുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ഇങ്ങനെ വേരിയസ് ഫാക്ടേഴ്സ് വഴി ഇന്ത്യൻ റുപ്പിയുടെ ഈ വാല്യുവേഷൻ കമ്പാരിസൺ ടു ഡോളർ താഴേക്ക് പോകുന്ന ഒരു കമ്പൽഷൻ ഇപ്പോഴും ഉണ്ട്. അത് 90-ലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി അവിടെ തന്നെ നിൽക്കുമോ, അവിടെ താഴേക്ക് വരുമോ, അത് ചേഞ്ചസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ സിഗ്നൽസ് പറയുന്നത് അത് ഇനിയും ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം താഴേക്ക് പോയേക്കാം എന്നാണ്. പ്രത്യേകിച്ചും ഈ ട്രേഡ് താരിഫിന്റെ ചലഞ്ച് നിലനിൽക്കുകയാണെങ്കിൽ. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണാതെയൊന്നുമല്ല. ഇന്നത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനത്തിൽ, മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കമ്മിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ അടക്കമുള്ള കമ്മിറ്റി ഈ ഒരു കാര്യം കണ്ടില്ല എന്ന് നമുക്ക് കരുതുന്നതിൽ പ്രസക്തിയില്ല. തീർച്ചയായിട്ടും അവരത് കണ്ടിട്ടുണ്ട്, അവരുടെ മനസ്സിൽ അതുണ്ട്. പക്ഷേ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ അത് വലിയൊരു വിഷയമായിട്ട് പ്രസന്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പാനിക് ഉണ്ടാക്കേണ്ട സിസ്റ്റത്തിൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം RBIയുടെ നിലപാട് ഇപ്പോഴും എന്താണ്? നേരത്തെ പോലെ RBI തന്നെ ഈ മാർക്കറ്റിൽ ഇന്റർവീൻ ചെയ്തുകൊണ്ട് റുപ്പിയുടെ ഡോളർ മെട്രിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ലിബറലൈസ്ഡ് എക്കോണമിയിൽ അത് തീർച്ചയായിട്ടും ഒരു വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നിലപാട് തന്നെയാണ്. പക്ഷെ ആ ഒരു നിലപാട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുമ്പോഴും റുപ്പി ഇങ്ങനെ ഒരുപാട് ഒരു അൺകൺട്രോളബിൾ ആയിട്ട് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം രാജ്യത്തിന് അഫോർഡ് ചെയ്യാനും സാധിക്കില്ല. അപ്പൊ അതിന്റെ ആവശ്യമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ ഡിക്ലെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാതെയോ ഒക്കെ അത്തരം കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. അപ്പോൾ റുപ്പിയുടെ മാരി താഴേക്ക് പോകുന്നത് ഒരു റിയാലിറ്റിയാണ്. ഡോളറായിട്ട് പ്രത്യേകിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡോളറിന്റെ ഡിമാൻഡ് കൂടുന്ന സാഹചര്യത്തിൽ അത് വേണ്ടി വരും. നമ്മുടെ വിദേശ കറൻസി, നമ്മുടെ അതിന്റെ ഒരു ഇൻകം സോഴ്സ് കുറയുമ്പോൾ തീർച്ചയായിട്ടും ആ ചലഞ്ചസ് നമുക്കുണ്ട്. ഇതെല്ലാം കൂടെ തന്നെ ഫാക്ടർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള റേറ്റ് കട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതെല്ലാം ഫാക്ടർ ചെയ്തുകൊണ്ട് തന്നെയാണ് ബാങ്കുകളുടെ മാർജിനിൽ സ്ട്രെസ് വന്നാൽ പോലും ബാങ്കുകൾക്ക് ലിക്വിഡിറ്റി ഉണ്ടാവട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫാക്ടർ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഫാക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വളരെ ഓപ്പൺ ആയിട്ട് അങ്ങനെ വലിയൊരു ഡിസ്കഷനിലേക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
ശങ്കരൻ സാർ, താങ്കളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും അതായത് ഇപ്പോൾ ഓൾറെഡി ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു GST പരിഷ്കരണം അതിനോടൊപ്പം തന്നെ ഉത്സവ ഡിമാൻഡും ഒക്കെ ചേർന്നിട്ട് വലിയ തോതിൽ ഇന്ത്യൻ ഇക്കോണമിക്ക് ഒരു ബൂസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വീണ്ടും ഒരു റേറ്റ് കട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൺസംഷനെ വലിയ തോതിൽ ഉത്തേജിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് ഇന്നിപ്പോൾ RBIയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഗാർഹിക ഉപകരണങ്ങളുടെയൊക്കെ ഒരു ഡിമാൻഡ് എത്രത്തോളം വർദ്ധിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? വീടുകളുടെ ആണെങ്കിലും വാഹനങ്ങളുടെ ആണെങ്കിലും ഗാർഹിക ഉപകരണങ്ങളുടെ ആണെങ്കിലും അതിൻ്റെ ഡിമാൻഡ് കൂട്ടുന്നതിൽ പലിശയ്ക്ക് അത്ര വലിയൊരു പങ്കില്ല. അത് ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. ഇന്ന് പലിശ നിരക്ക് 25 ബേസിസ് പോയിന്റ് കുറഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ ഉടനെ തന്നെ മറ്റൊരു കാറ് വാങ്ങിക്കാമെന്നോ മറ്റൊരു വീട് വാങ്ങിക്കാമെന്നോ വിചാരിക്കില്ല. ഇതെല്ലാം തീരുമാനിക്കുന്നത് മറ്റ് ഘടകങ്ങളാണ്. എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്, എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച്, മറ്റുള്ളവർ എന്നെ നോക്കിക്കാണുന്ന വീക്ഷണകോണിലൂടെ എനിക്ക് മറ്റൊരു സ്ഥലത്ത് ഒരു വീട് വേണം എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാനൊരു വീടിന് പോവുക. അല്ലാതെ പലിശ കൊടുക്കുന്നത് കുറഞ്ഞു, EMI കുറഞ്ഞു എന്നുള്ള ഘടകം വെച്ചുകൊണ്ട് ഒരു പുതിയ വീട് വാങ്ങിക്കുകയോ കാറ് മാറ്റി വാങ്ങിക്കുകയോ ചെയ്യില്ല. കാറൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ ഫീച്ചറുകൾ വരുമ്പോഴാണ് കാറിന് ഡിമാൻഡ് വരുന്നത്. വർഷം മാറുമ്പോൾ കാറിന് ഡിമാൻഡ് വരും. അതല്ലെങ്കിൽ കുട്ടികൾ വലുതാകുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് വാഹനം വേണമെന്ന് വരുമ്പോൾ പുതിയ കാറിന് ഡിമാൻഡ് വരും. അവിടെ 25 ബേസിസ് പോയിന്റോ 50 ബേസിസ് പോയിന്റോ വരുന്ന വ്യത്യാസം വലിയൊരു ഘടകം, ചെറിയ ഘടകമൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും, പക്ഷെ വലിയൊരു ഘടകമായിട്ട് പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ കമ്പനികളുടെ ലാഭം കൂടാൻ സാധ്യതയുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം ഇതുപോലെ തുടരുകയാണെങ്കിൽ പലിശ ചെലവ് കുറയുന്നുണ്ട്, ലാഭം കൂടാനും, ആ ലാഭം കൂടുമ്പോൾ അവരുടെ ഷെയറിന് കൊടുക്കുന്ന ലാഭവിഹിതം കൂടാനും, മാറ്റിവെക്കപ്പെട്ട ലാഭവിഹിതം എന്ന നിലയിൽ ഷെയർ പ്രീമിയം കൂടാനും ഷെയറിൻ്റെ വില കൂടാനും സാധ്യതയുണ്ട്. അതല്ലാതെ ഉണ്ട് സാധാരണക്കാരൻ്റെ വിപണിയിൽ വലിയൊരു വ്യത്യാസം ഇതുകൊണ്ട് വന്നോളണമെന്നില്ല. അതേസമയം ഉൽപ്പാദനം കൂടും. പലിശ ചെലവ് കൂടുതലായതുകൊണ്ട് കൂടുതൽ മൂലധനം നിക്ഷേപിക്കപ്പെടും. കൂടുതൽ മൂലധനം നിക്ഷേപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉൽപ്പാദനം കൂടും. ഉൽപ്പാദനം കൂടുമ്പോൾ ഡിമാൻഡ് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ വാങ്ങുന്ന സാധനങ്ങളുടെ വില കുറയും. വില കുറയുന്നതനുസരിച്ച് ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് വീണ്ടും വില കൂടും. ഇങ്ങനെ ഒരു സൈക്കിൾ ഇവിടെ പ്രവർത്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ല ബാബുസാലക്കരകൻ സാർ, അവസാനമായിട്ട് ഇന്നത്തെ ഈ ഒരു MPC യോഗ തീരുമാനങ്ങൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇമ്പാക്റ്റ് ചെയ്യുക? അവർക്ക് സന്തോഷകരമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. സാധാരണക്കാർ എന്ന് പറയുമ്പോൾ അവർ വായ്പ എടുത്തിരിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പോലെ ഭവന വായ്പ, വ്യക്തിഗത വായ്പ, പേഴ്സണൽ ലോണുകൾ, മറ്റു രീതിയിലേക്കുള്ള വ്യക്തിഗത വായ്പകൾ എടുത്തിരിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ നേരത്തെ സൂചിപ്പിച്ച MSME, അതായത് സൂക്ഷ്മ ചെറുകിട മീഡിയം സെക്ടറിലൊക്കെ ലോൺ എടുത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകൾ യൂസ് ചെയ്യുന്ന ആളെല്ലാം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ EBLR എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിംഗ് റേറ്റ് പ്രത്യേകമായിട്ട് റിപ്പോ ഒക്കെ ലിങ്ക് ചെയ്ത് ലോൺ എടുത്തിരിക്കുന്ന വായ്പ എടുത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലിശ ശതമാനം 4% കുറയും. അതിന് ആനുപാതികമായിട്ട് തവണ തുകയിലും കുറവ് വരും. പിന്നെ നേരത്തെ ശ്രീ ശങ്കരനാരായണൻ സൂചിപ്പിച്ചതുപോലെ അതിന് ആ തവണ തുകയിൽ കുറഞ്ഞു വരുമ്പോൾ ആളുകൾക്ക് 2 ഓപ്ഷനാണ് നമ്മൾ സാധാരണ ബാങ്കുകൾ കൊടുക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പഴയ തവണ തുക തന്നെ അടച്ചുകൊണ്ടിരിക്കാം. അങ്ങനെയാണെങ്കിൽ ലോൺ കാലാവധിക്ക് മുൻപ് തന്നെ, അല്പം മുൻപ് തന്നെ അത് അവസാനിച്ചു തീരും. ഈ തവണ തന്നെ ആ തവണ തുകയിൽ കുറയാതെ അടയ്ക്കുകയാണെങ്കിൽ. മറ്റൊന്ന്, ഈ വേണമെങ്കിൽ ഈ പലിശ കുറവിനനുസരിച്ച് നമുക്ക് തവണ തുകയിൽ വേണമെങ്കിൽ കുറവ് വരുത്താം. അങ്ങനെയാണ് ഇപ്പോൾ കാലാവധി അവിടെ നിലനിൽക്കും, തവണ കുറയും. തവണ കുറയുന്ന ഒരു തീരുമാനമാണ് ഒരു സാധാരണ ഒരു വ്യക്തി എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തിരിക്കുന്ന വായ്പ എടുത്തിരിക്കുന്ന ഒരു സ്ഥാപനം എടുക്കുന്നെങ്കിൽ അതിന് ആനുപാതികമായിട്ട് കുറച്ച് തുക അവരുടെ കയ്യിൽ കൂടുതലായിട്ട് ഉണ്ടാവും. ഇത് അടയ്ക്കാതെ അത്രയും എമൗണ്ട് അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ഇതുപോലെ കൺസംഷൻ ആയിട്ടോ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വായ്പ എടുത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം
ഇങ്ങനെ അവർക്കൊരു സന്തോഷകരമായിട്ടുള്ള തീരുമാനം തന്നെയാണ് ഇന്ന് ഈ റിപ്പോ റേറ്റിന്റെ കട്ട് വഴി ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേറ്റ് ലോണുകൾ മുതലായിട്ടുള്ള വലിയ ലോണുകൾക്ക് ഇത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവില്ല. കാരണം അവർ അല്ലെങ്കിൽ തന്നെ വളരെ നെഗോഷിയേറ്റഡ് ആയിട്ടുള്ള റേറ്റുകളാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോർപ്പറേറ്റുകൾ ഇപ്പോൾ ബാങ്കുകളെയും അവരുള്ള വായ്പകളെ മാത്രമല്ല ആശ്രയിക്കുന്നത്, അവർക്ക് അവരുടേതായിട്ടുള്ള അവന്യൂസ് വേറെ ഒരുപാട് ഉള്ളതാണ്. അപ്പോൾ MSME മുതൽ വ്യക്തിഗത വായ്പകൾ വരെ എടുത്തിരിക്കുന്ന ഈ ഒരു സെഗ്മെന്റിന് ഇന്നത്തെ ആ ഒരു തീരുമാനം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതേസമയം മറിച്ച് ഈ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം, അത് വ്യക്തികളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെയാണെങ്കിലും, ഈ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ റേറ്റ് കട്ട് ഫർദറായിട്ട് ഒരു ഈ ഡെപ്പോസിറ്റിന്റെ നിക്ഷേപത്തിന്റെ പലിശ കുറച്ചു കൊണ്ടുവരാനുള്ള ഒരു കമ്പൽഷൻ ബാങ്കുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് അത്. ഇതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിനെയൊക്കെ ഒരു പലിശ മാത്രം ആശ്രയിച്ചിരിക്കുന്ന സീനിയർ സിറ്റിസൺ ഉണ്ടാവാം, അല്ലെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വലിയൊരു സെഗ്മെന്റ് ഉണ്ട്. ഒരു കാര്യം ഓർക്കണം, നമ്മൾ കറണ്ട് അക്കൗണ്ടും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും കൂടെയുള്ള ഇൻഡസ്ട്രി ആവറേജ് ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ 30% മുതൽ 35% വരെ ഉള്ളൂ. ചില ബാങ്കുകളിൽ അത് 38%, 40% ഉണ്ടെങ്കിൽ പോലും ശരാശരി കാസ എന്ന് പറയുന്ന സെഗ്മെന്റ്, കറണ്ട് അക്കൗണ്ടും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും ഏകദേശം ഒരു 40% താഴെയാണ് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. 35% ഉള്ളൂ, ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ബാക്കിയുള്ള 65% എന്ന് പറയുന്നത് ടൈം ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഹയർ റേറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡെപ്പോസിറ്റുകളാണ്. അപ്പൊ അവർക്ക് സീനിയർ സിറ്റിസൺസ് ആണെങ്കിലും പെൻഷനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും ആ ഒരു സെഗ്മെന്റിന് അവർക്ക് കിട്ടുന്ന പലിശ നിരക്കിൽ പുതിയ ഡെപ്പോസിറ്റുകൾക്ക് ഉടനെ തന്നെ കുറയാനൊരു സാധ്യതയുണ്ട്. പഴയ ഡെപ്പോസിറ്റുകൾ പുതുക്കിയിടുന്ന സമയത്ത് അവിടെയും അതിന്റെ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ബാങ്കുകൾ ഇത് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ അവരുടെ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡെപ്പോസിറ്റിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള പലിശ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ച് ബാങ്കുകളുടെ ചലഞ്ചാണ്. അതേസമയം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാണ്. ഇതാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കേണ്ടത്. വായ്പ എടുത്ത സാധാരണക്കാരെന്നും നിക്ഷേപകരായിട്ടുള്ള സാധാരണക്കാരെന്നും നമ്മൾ രണ്ടായിട്ട് ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. താങ്ക് യു ബാബു സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്. ഏതായാലും നമുക്ക് ശങ്കരനാരായണ സാറിലേക്ക് തിരിച്ചു പോവുകയാണ്. ശങ്കരനാരായണ സാർ, ഇന്നിപ്പോൾ പ്രധാനമായിട്ട് നമ്മളൊരു ബാങ്കറിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് പരിശോധിക്കുമ്പോഴേക്കും ഇപ്പോൾ ബാബു സാർ അടക്കം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബാങ്കുകളെ സംബന്ധിച്ചൊരു ഡെലിക്കേറ്റ് സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. സോ താങ്കളിപ്പോൾ പ്രധാനമായിട്ടും ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ പെരിന്തൽമണ്ണയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്, MD ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ബാങ്കുകൾക്ക് ഇന്നത്തെ ഈ ഒരു യോഗ തീരുമാനം എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക? ഒന്ന്, EBLR എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലിങ്ക് റേറ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള വായ്പകളുടെ പലിശ നിരക്ക് ഒരു ഭാഗത്ത് കുറഞ്ഞു വരിക. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാബു സാർ പറഞ്ഞ പോലെ 90 ദിവസത്തിനുള്ളിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് വായ്പക്കാരന് കൊടുക്കുന്ന വായ്പക്കാരൻ്റെ നിന്ന് വാങ്ങിക്കുന്ന പലിശ നിരക്കായിട്ട് അത് പരിവർത്തനം ചെയ്യപ്പെടണം. പരമാവധി 90 ദിവസം അതിൻ്റെ ഉള്ളിൽ. എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുത്തിരിക്കുന്നത് ചുരുങ്ങിയ കാലാവധി മുതൽ 5 കൊല്ലം 10 കൊല്ലം വരെയാണ്. അതിന് ഇപ്പോഴൊരു FD എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലാവധി തീരുന്നത് വരെ അതിൽ പറഞ്ഞിട്ടുള്ള റേറ്റ് കൊടുത്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു വലിയ കംപ്രഷൻ, ഒരു സമ്മർദ്ദം ഇവിടെ വരുന്നുണ്ട്. അതിനെ കൂടി ലഘൂകരിക്കാനും കൂടുതൽ വായ്പ കൊടുക്കാവുന്ന പണം ബാങ്കുകളുടെ കൂടുതൽ എത്താനും കൂടിയാണ് OM ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെ റിസർവ് ബാങ്ക് 1 ലക്ഷത്തിലധികം കോടി രൂപ പമ്പ് ചെയ്യാൻ, എക്കണോമിയിലേക്ക് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാങ്കിങ് സിസ്റ്റത്തിൽ ഘടനയിലേക്കാണ് അത് പമ്പ് ചെയ്യുന്നത്, നേരിട്ട് മാർക്കറ്റിലേക്കല്ല, സമ്പദ്ഘടനയിലേക്കാണ് അത് പമ്പ് ചെയ്യപ്പെടുന്നത്. ഈ 1 ലക്ഷം രൂപയുടെ ബോണ്ട് തിരിച്ചു വാങ്ങുമെന്ന് പറയുമ്പോഴും തിരിച്ച് കൊടുക്കണമെങ്കിൽ ബാങ്കുകളുടെ കയ്യിൽ SLR പാലിച്ചുകൊണ്ടുള്ള ബോണ്ടിന് പുറമെ നിയമപ്രകാരം കയ്യിൽ സൂക്ഷിക്കേണ്ട ബോണ്ടുകളുടെ തുകയ്ക്ക് കൂടുതലുള്ളത് റിപ്പോ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാനുള്ളത് കൂടി മാറ്റിവെച്ചതിന് ശേഷമുള്ള ഒരു ബഫർ മാറ്റിവെച്ചതിന് ശേഷം മാത്രമുള്ളതേ തിരിച്ചു കൊടുക്കാൻ കഴിയും. പക്ഷെ ബോണ്ട് ഉള്ളത് ബാങ്കുകളുടെ കയ്യിൽ മാത്രമല്ല. ബോണ്ട് ഇന്നത്തെ അവസ്ഥയിൽ സാധാരണക്കാരനും കൂടി വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ ഇവിടെ മാർക്കറ്റ് അത്ര സജീവമായിട്ടില്ല, കേരളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. സാധാരണക്കാരുടെ കയ്യിലും കമ്പനികളുടെയിലും എല്ലാം ബോണ്ട് ഉണ്ടാവും. ആ ബോണ്ടിൽ നല്ലൊരു ശതമാനം പണമായിട്ട് മാറി സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുമ്പോൾ ഏത് പണം ആരുടെ കയ്യിൽ കിട്ടിയാലും ആത്യന്തികമായിട്ട് അത് എത്തിച്ചേരുന്നത് ബാങ്കുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകളിലെ ആ ഒരു ലിക്വിഡിറ്റി മാനേജ്മെന്റ് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാവില്ല. പ്രശ്നമുണ്ടാവുന്നത് ലാഭത്തിൻ്റെ തോതിൽ വരുന്ന കുറവാണ്. ലാഭം നഷ്ടത്തിലേക്ക് പോവില്ല, ലാഭത്തിൻ്റെ തോതിൽ ഒരു അല്പം കുറവ് വന്നേക്കാം. അതിന് ബദലായിട്ട് ബാബു സാർ പറഞ്ഞ പോലെ തന്നെ
കറണ്ട് അക്കൗണ്ടും സേവിങ്സ് ബാങ്കും വർദ്ധിപ്പിക്കാൻ ബാങ്കുകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ പലിശ നിരക്ക് കുറഞ്ഞു കഴിഞ്ഞാലും ഡെപ്പോസിറ്റിന്റെ വരവ് കുറഞ്ഞാലും നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് കുറഞ്ഞാലും നമുക്ക് നിലനിൽക്കുന്നു പോവാൻ അതേ ലാഭക്ഷമത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ കറണ്ട് അക്കൗണ്ടും സേവിങ്സ് ബാങ്കും വർദ്ധിപ്പിച്ചുകൊണ്ടേ കഴിയുകയുള്ളൂ. അല്ല സാർ, അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു ഇപ്പോൾ താങ്കൾ ബോണ്ട് മാർക്കറ്റിൻ്റെ കേസ് സൂചിപ്പിച്ചത് നമ്മുടെ കേരളത്തിൽ അത്ര സജീവമായിട്ടല്ല നിലവിൽ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധാരണക്കാരുമുണ്ട്. സോ ബോണ്ട് മാർക്കറ്റിൽ ഇന്നത്തെ ഒരു RBIയുടെ ഡിസിഷൻ എങ്ങനെയായിരിക്കും ഇമ്പാക്ട് ചെയ്യുക? ബോണ്ട് മാർക്കറ്റ് പലിശ നിരക്ക് കൂടുമ്പോൾ വില കുറയുകയും പലിശ നിരക്ക് കുറയുമ്പോൾ വില കൂടുകയും ചെയ്യുന്ന ഉത്തോലകം പോലെ പ്രവർത്തിക്കുന്ന ത്രാസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ബോണ്ട് മാർക്കറ്റ്. ഗവൺമെന്റുകൾ ഇഷ്യൂ ചെയ്യുന്ന കോർപ്പറേറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ പൊതു ഇടത്തിൽ നമുക്ക് വാങ്ങാനും വിൽക്കാനും കഴിയും. അതല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് വാങ്ങിക്കാൻ കഴിയും. അതാണ് RBI ഡയറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കീമിലൂടെ പൊതുജനങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷെ ഇതിന്റെ സങ്കീർണമായ ബോണ്ട് മാത്തമാറ്റിക്സ് പലപ്പോഴും ആളുകളെ അതിൽ നിന്ന് അഥവാ ആളുകളെ ആകർഷിക്കുന്നതിൽ അല്പം കുറവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പലിശ നിരക്ക് ഇന്ന് കുറഞ്ഞാൽ ഇന്ന് വില കൂടും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ബോണ്ട് ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി വെച്ചപ്പോൾ അന്ന് ഇതിന് ഈൽഡ് എന്ന് പറയും, അതായത് വരുമാന തോത്, അതാണ് ഈൽഡ്. പലിശ കുറഞ്ഞാൽ ഈൽഡ് കുറയും, ഈൽഡ് കുറഞ്ഞാൽ വില കൂടും. ഇതിനേക്കാൾ കൂടിയ ഈൽഡ് ഉള്ളപ്പോൾ നമ്മൾ വാങ്ങി വെച്ച ബോണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിന്റെ വില കൂടും. കാരണം ഈൽഡ് കുറഞ്ഞു, വില കൂടും. അത് വിറ്റ് ലാഭം എടുക്കാൻ കഴിയും. ഈ ബോണ്ടിലെ ട്രേഡിംഗ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് വ്യക്തികൾക്ക് കൂടി ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് ബോണ്ടിലെ ട്രേഡിംഗ്. പക്ഷേ ദത്തശ്രദ്ധരായിരിക്കണം, അതിന്റെ സങ്കീർണതകളെ കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു കാര്യം അതിനിടയിൽ നമ്മൾ തമ്മിൽ സംസാരിക്കുകയുണ്ടായി. ബാബു സാർ അതിൽ ജോയിൻ ചെയ്തു. ബാങ്കുകളുടെ ലാഭം കുറയും, കാരണം പലിശ കിട്ടുന്നത് കുറയുകയും ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടത് അതുപോലെ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബാങ്കുകൾക്കുള്ള മറ്റൊരു അവന്യൂ ആണ്. ബാങ്കുകൾക്കെല്ലാം SLRഉം അതിന് മുകളിലും ബോണ്ടുകൾ കൈവശം വേണം. ആ ബോണ്ടുകളുടെ എല്ലാം വില പെട്ടെന്ന് തന്നെ കൂടിക്കിട്ടും. അതിൽ കുറെ വാല്യൂ അൺലോക്കിംഗ് എന്ന് പറയും, വിറ്റ് മുതലെടുത്ത് വീണ്ടും ലാഭം എടുക്കാൻ കഴിയുന്നതാണ്. ആ ഒരു അവന്യൂ ഇപ്പോൾ ബാങ്കുകൾക്ക് കൂടുതൽ സംജാതമായിട്ടുണ്ട്. അല്ല അതിനോടൊപ്പം തന്നെ ബോണ്ട് മാർക്കറ്റിനോടൊപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റും അതിനോടൊപ്പം തന്നെ മറ്റനുബന്ധപ്പെട്ടുള്ള വിപണികളിലുമുള്ള ഒരു ഇമ്പാക്ട് എങ്ങനെയായിരിക്കും? സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റും ഒരിക്കലും ഫണ്ടമെന്റൽസ്, അടിസ്ഥാന ഘടകങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അവയെല്ലാം സെന്റിമെന്റലാണ്. ഇന്ന് രാവിലെ നോക്കി പടിഞ്ഞാട്ട് നോക്കി US മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്തു, ഫ്രാങ്ക്ഫർട്ട് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കും. കഴിഞ്ഞ മാർക്കറ്റ് നോക്കും. ഉദിച്ചു വരുന്ന മാർക്കറ്റുകൾ അപ്പുറത്തുണ്ട്, ടോക്കിയോയിലുണ്ട്, ഹോങ്കോങ്ങിലുണ്ട്, ഷാങ്ഹായിലുണ്ട്. ഈ മാർക്കറ്റുകൾ എങ്ങനെ നോക്കുന്നു, അവിടെ കൂടുന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടുക എന്നുള്ള ഒരു വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ഘടകത്തിലൂടെയാണ് പോകുന്നത്. അതല്ലാതെ വില കൂടുന്നതും കുറയുന്നതും ഒന്നും ഇതിൻ്റെ ഒന്നും പ്രതിഫലനമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. എപ്പോഴും വിദേശ സ്ഥാപക നിക്ഷേപകർ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അവർ ഇങ്ങനെ വില വാങ്ങിക്കൊണ്ടിരിക്കും. മൂന്നാം ലോക രാജ്യങ്ങളിലെയും ഇന്ത്യ പോലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെയും സ്റ്റോക്ക് ഷെയർ അവരിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. വാങ്ങിക്കും തോറും വില കൂടും. വില കൂടി 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 ഒരു ഘട്ടം എത്തുമ്പോൾ പെട്ടെന്ന് അവരൊരു ദിവസം എല്ലാം വിൽക്കും. അപ്പോൾ വില കുറയും. അതിൽ ലാഭമെടുത്ത് അവർ പുറത്തേക്ക് പോകും. ഇപ്പോൾ ഒരു ലാഭമെടുക്കൽ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡോളറിൻ്റെ ഇന്ത്യൻ രൂപയുടെ വില കുറയല്ല കേട്ടോ ഉണ്ടായത്. ഡോളർ കിട്ടാൻ ഇന്ത്യൻ രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരികയാണ്. ഇന്ത്യൻ രൂപയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മളതിനെ ഒന്നുകൂടി ഡോളറിൻ്റെ ഭാഗത്ത് നിന്നല്ല നോക്കണ്ട, ഇന്ത്യൻ രൂപയുടെ ഭാഗത്ത് നിന്ന് നോക്കണം. ഇന്ത്യൻ രൂപയ്ക്ക് വില കുറഞ്ഞിട്ടില്ല, ഡോളറിന് വില കൂടുകയാണ് ചെയ്തത്. അതിന് കാരണം ഒരുപാട് ഡോളർ ഈ വിദേശ നിക്ഷേപകർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഈ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ ഡിമാൻഡ് കൂടിയപ്പോൾ വില കൂടി. അങ്ങനെ കണ്ടാൽ മതി. ഇത് ഞാൻ പറഞ്ഞു വന്നത്, സ്റ്റോക്ക് മാർക്കറ്റിലെ വിലക്കയറ്റവും വിലയിറക്കങ്ങളും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ
ലാഭമെടുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുമായിട്ട് കാര്യമായ ബന്ധമില്ല. ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഒരല്പം ഇതെല്ലാം നിഴലിക്കും. കാരണം പലിശ കുറയുന്നു. കമ്പനികൾക്ക് MSMEകളിലാണെങ്കിലും മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനികളിലാണ്. അവരുടെയൊക്കെ ഷെയറിന് വില കൂടും. കാരണം അവരുടെയൊക്കെ പലിശ ചെലവ് കുറയും, ലാഭം കൂടും, ലാഭവിഹിതം കൂടും. അതുകൊണ്ട് അല്പം വില കൂടും. പക്ഷേ ഒരു മൊത്തത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ അടുത്ത പണനയം വരെ ഇന്ന് കയറിയ ആ കയറ്റം നിലനിൽക്കുന്നില്ല. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഇന്നിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കൂടി, പക്ഷേ അത് അതുപോലെ നിലനിൽക്കുന്നില്ല. ഇന്ന് തന്നെ നോക്കൂ, 10 മിനിറ്റിനുള്ളിൽ 500ഓളം ബേസിസ് പോയിന്റിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. മുകളിലേക്ക് കയറിയ താഴോട്ട് വന്ന് പിന്നെ മുകളിലേക്ക് പോയി അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ടുള്ള പ്രതിഫലനം ഇതിൽ വരുന്നില്ല. പരോക്ഷ പ്രതിഫലനം വരാം. ബാക്കിയെല്ലാം അന്താരാഷ്ട്ര ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ, വിദേശ സ്ഥാപിക നിക്ഷേപകരുടെ മാത്രം ചെയ്തികളെ അനുസരിച്ചിരിക്കുന്നതാണ്. ഫോറക്സ് മാർക്കറ്റാണ് മറ്റൊന്ന്. വിദേശ വിപണി, വിദേശ നാണയ വിപണി, അതിൽ റിസർവ് ബാങ്കിൻ്റെ 2 പ്രധാന ധർമ്മങ്ങളുണ്ട്. ബാക്കിയെല്ലാം പിന്നീട് വരുന്നതാണ്. ആ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണനയമൊക്കെ. ഒന്ന്, ആഭ്യന്തരമായിട്ട് വില നിലവാരം പിടിച്ചു നിർത്തുക, വിലക്കയറ്റം തടയുക, വില നിലവാരത്തിൽ വരുന്ന ചാഞ്ചാട്ടങ്ങളെ പിടിച്ചു നിൽക്കുക, പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. രണ്ടാമത്, വിദേശ നാണയവും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ നിരക്കിനെയും സ്റ്റേബിളാക്കി നിർത്തുക, സ്ഥിരപ്പെടുത്തി നിർത്തുക. ഈ 2 ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പലിശ നിരക്ക് കുറഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഇവിടുത്തെ കമ്പനികളുടെ ലാഭം കൂടുന്നത് കൊണ്ട് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ലാഭമെടുത്ത് മാറുന്നവരല്ല, ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ കാലത്തേക്ക്, ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ കൂടുതൽ നിക്ഷേപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ നിക്ഷേപം വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ രൂപ ഡോളറിന് ദൗർബല്യം വരികയും ഇന്ത്യൻ രൂപ കരുത്താർജിക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. മറിച്ചും വരാം. ഇവിടെ പലിശ കുറയുമ്പോൾ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ബാങ്ക് നിക്ഷേപങ്ങൾ പോലുള്ള ലോൺ നിക്ഷേപങ്ങൾ ഡെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് തുലം കുറവാണ്. കൂടുതലും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വിദേശ സ്ഥാപനങ്ങൾ, വിദേശ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് അഥവാ മറ്റേത് രാജ്യത്താണെങ്കിലും നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ശക്തി പകരുന്നതാണ് ഇന്നത്തെ MPC തീരുമാനം. സർ, അതിനോടൊപ്പം തന്നെ നമുക്ക് ഗ്രോത്തിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്നിപ്പോൾ GDP സംബന്ധിച്ചിട്ട് പരിശോധിക്കുകയാണെങ്കിലും നിലവിൽ 8.2% ആണ് GDP ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. RBIയുടെ എസ്റ്റിമേഷൻസ് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ MPC യോഗത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ GDP എസ്റ്റിമേഷൻസ് എല്ലാം തന്നെ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. സോ GDP വളർച്ചയെ RBIയുടെ ഇന്നത്തെ യോഗ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? സ്വാഭാവികമായിട്ടും വളർച്ച എസ്റ്റിമേറ്റിനെ ഇന്നത്തെ യോഗ തീരുമാനം വളരെ അനുകൂലമായിട്ട് തന്നെ ബാധിക്കുക എന്ന് പറയാൻ പാടില്ല. റിവേഴ്സ് മറ്റേ നെഗറ്റീവ് അല്ല, പോസിറ്റീവായിട്ട് വളരെ അനുകൂലമായിട്ട് തന്നെ സ്വാധീനിക്കും. കാരണം പലിശ നിരക്ക് കുറഞ്ഞ ഒരു ഇക്കണോമിയിൽ, ഒരു സമ്പദ്ഘടനയിൽ വളർച്ച കൂടും. കാരണം കൂടുതൽ നിക്ഷേപം അവിടെ ഉണ്ടാവും, കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവും, കൂടുതൽ വിപണനം ഉണ്ടാവും, കൂടുതൽ പേർക്ക് വാങ്ങിക്കാനുള്ള കഴിവും ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ആ ഉൽപ്പാദനം മുതൽ കൺസംഷൻ വരെയും കൺസംഷൻ്റെ തുക വീണ്ടും ഉൽപ്പാദനത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിട്ടുള്ള പണത്തിൻ്റെ സഞ്ചാര ചക്രം കൂടുതൽ വേഗത്തിലാവും. അങ്ങനെ വരുമ്പോൾ വളർച്ചാ നിരക്ക് ഏകദേശം റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്നത് പോലെ, കണക്കാക്കിയിരിക്കുന്ന പോലെ തന്നെ നിൽക്കാനാണ് സാധ്യത. അനില. താങ്ക് യു സോ മച്ച് ശങ്കരനാരായൺ സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നിവിടെ നടത്തിയിരിക്കുന്ന MPC യോഗ തീരുമാനങ്ങളുടെ ഒരു വളരെ വിശദമായിട്ടൊരു ചർച്ചയായിരുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ മറ്റ് ഇൻട്രസ്റ്റിംഗ് ന്യൂസും ഒക്കെ ആയിട്ട് വീണ്ടും അല്പസമയത്തിനകം റിസർച്ച് ഡെസ്കിൽ നിന്ന് മാർക്കറ്റ് അപ്ഡേറ്റ്സിൽ കാണാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.